ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുകയാണ്. അത് ഒപ്പം തന്നെ നല്ലൊരു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുതുവർഷം കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സിമ്പിൾ വിഷു മേക്കപ്പ് ലുക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുർത്തി മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഫസ്റ്റ് തന്നെ ഞാൻ മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ബേസിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നെക്സ്റ്റ് ഞാൻ കോണ്ടൂറിങ് ആണ് ചെയ്യുന്നത്. കോണ്ടൂറിങ് പാലറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. ഈ കോണ്ടൂറിൻ്റെ പാലറ്റിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ആമസോൺ ഹോൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചീക്ക് ബോൺസൊക്കെ ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോസാണ് കോണ്ടൂറിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കോണ്ടൂറിങ് പാലറ്റിൽ തന്നെ നമുക്ക് കൺസീലറും കൂടി അവൈലബിൾ ആണ്. അപ്പോൾ കൺസീൽ ചെയ്യുന്നതും ഈ ഒരു കോണ്ടൂർ പാലറ്റിൽ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കൺസീൽ ചെയ്യുന്നതിൻ്റെ ഫൂട്ടേജ് എൻ്റെ മിസ്സായിപ്പോയി, അപ്പോൾ ഞാൻ അതിനകത്ത് കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഞാൻ മേബ്ലിൻ ഫിറ്റ് മീ പൗഡറാണ് യൂസ് ചെയ്യുന്നത്, കോമ്പാക്ട് പൗഡർ. അത് വെച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഒരു ബേസ് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാനിനി ഐ ഷാഡോ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഷെയ്ഡാണ് ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷെയ്ഡിൻ്റെ തന്നെ കുറച്ചും കൂടി ഗ്ലിറ്ററി ഷെയ്ഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഏതാണെന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളതൊന്നും ഞാൻ പറയാത്തത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നതിൻ്റെ തന്നെ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ച് വൈറ്റ് കളറ് കൂടിയിട്ടുള്ളതാണ്, നല്ലൊരു ഷിമ്മറി ഷെയ്ഡാണ് കേട്ടോ. ഇത് കുറച്ച് നമ്മുടെ കണ്ണ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കമ്മിയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഐ മേക്കപ്പ് ഫുൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കേട്ടോ. കാജൽ, മസ്കാര, ഐലൈനർ, ഐബ്രോ പെൻസിൽ, ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഞാൻ മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഫിറ്റ് മീ ബ്ലഷാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നേരത്തെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത സെയിം ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബ്ലഷും കൂടി അപ്ലൈ ചെയ്യുന്നത്. അടിപൊളി ബ്ലഷാണ് കേട്ടോ ഇത്. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ സെറ്റിംഗ് പൗഡർ അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ബ്ലഷും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ ഹൈലൈറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ പാലറ്റാണ്. അതിനൊരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടാണ്, ഈ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ചീക്ക് ബോൺസും അതുപോലെ തന്നെ നോസും അതുപോലെ തന്നെ ഫോർഹെഡും ഒക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. പേജിൻ്റെ പേര് ഇൻസ്റ്റ മേക്കപ്പ് ഹോൾസെയിലർ എന്നാണ് പേജിൻ്റെ പേര് വരുന്നത്. ഇത് ആക്ച്വലി ഒരു 6 ഷെയ്ഡാണുള്ളത്. അത് എല്ലാം ന്യൂഡ് ഷെയ്ഡായിരുന്നു. പക്ഷേ ഞാനിത് മേടിച്ചു, എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡാണ് വന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് ഞാൻ, കാരണം ഞാൻ പ്രതീക്ഷിച്ച കളറല്ല എനിക്ക് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്ത് ഞാനത് പിന്നെ റിട്ടേൺ വിടാൻ നിന്നില്ല, കാരണം ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കണ്ടോ. ഈ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ്, കുറച്ച് ഗ്ലാം മേക്കപ്പ് ലുക്കാണെന്ന് തന്നെ പറയാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.